എല്ലാവർക്കും നമസ്കാരം. കലാസംവിധായകൻ ജ്യോതി ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്തു GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു തുടങ്ങിയവർ തിരക്കഥയിൽ, ബേസി ജോസഫ്, സജിൻ ഗോപു, ലിജോമോൾ ജോസഫ്, ദീപക് പറമ്പോൾ, ആനന്ദ് മന്മഥൻ തുടങ്ങിയ പ്രധാന കഥാപാത്രത്തിലെത്തിയ പൊന്മാൻ. GR ഇന്ദുഗോപന്റെ തന്നെ 4 ചെറുപ്പക്കാർ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് പൊന്മാൻ എന്ന സിനിമ. സ്മൈൽ മേക്കേഴ്സ് എന്റർടൈൻമെന്റിന്റെ പൊന്മാൻ സിനിമയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ജനുവരി മാസത്തിൽ ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ പൊന്മാനായിരുന്നു. വളരെ നല്ലൊരു സിനിമയായിരുന്നു. പ്രധാന പോസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ പെർഫോമൻസുകൾ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ബേസി ജോസഫ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ബേസി ജോസഫിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക. അധികം നമ്മൾ മുൻ ബേസി ജോസഫ് പടങ്ങളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. എല്ലാ ക്യാരക്ടറുകളും അത്യാവശ്യം ഹ്യൂമറുള്ള, അത്യാവശ്യം ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ആൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ആളുടെ ക്യാരക്ടർ. അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മീൻസ് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ആയിരുന്നു ഈ സിനിമ ആ റോളിൽ കാണാനായിട്ട്. ഇതിലും നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകും. അത്രയും നല്ലൊരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു ബേസിന്റെ. അതുപോലെ തന്നെ സജിൻ ഗോപു, ഇപ്പൊ അറിയാം ലാസ്റ്റ് ഇറങ്ങിയ ആളുടെ പടങ്ങളായ രോമാഞ്ചം, ആവേശം തുടങ്ങിയവർ കണ്ട സജിൻ ഗോപു അല്ല ഇതിൽ. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കിടിലൻ ക്യാരക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് ഇപ്പൊ ക്യാരക്ടേഴ്സിന്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരുള്ളൂ. കാരണം ഇതിൽ അഭിനയിച്ച എല്ലാവരും അത്രയും പെർഫെക്റ്റ് ആയിരുന്നു, നല്ല ആക്ട് ആയിരുന്നു. അതുപോലെ ഇപ്പോ ലിജോമോളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ആക്ട്രസ് ആണ്. ആളുടെ ഓരോ പടങ്ങൾ എടുത്ത് കാണുമ്പോൾ അറിയാം ആളുടെ ക്യാരക്ടറിലെ വ്യത്യാസങ്ങളും. ഇതിലും അതുപോലെ നമുക്ക് വളരെയധികം എന്താ പറയാ അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ലിജോമോളുടെ. അതുപോലെ തന്നെ ലിജോമോളുടെയും അതുപോലെ ഇതിൽ തന്നെ നല്ലൊരു റോളായിരുന്നു ആനന്ദ് മന്മഥൻ. കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. ഇവരുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ആളുടെ പേര് എനിക്കറിയില്ല. ആളുടെ ക്യാരക്ടർ വളരെ നല്ല രസമായിരുന്നു കൊണ്ടിരിക്കുക. ഇപ്പൊ ഫസ്റ്റ് ഹാഫില് പ്രധാനമായിട്ടും സ്കോർ ചെയ്തതെന്ന് പറയാം. ഈവൻ ഇപ്പൊ ബേസിലിന്റെ ക്യാരക്ടർ വന്ന് എസ്റ്റാബ്ലിഷ് ആവുന്ന വരെ ആ പടം കൊണ്ടുപോയത് ആണെങ്കിൽ ആ മറുപടി ചെയ്ത ക്യാരക്ടർ ചെയ്ത ആ സ്ത്രീയുടെ ആയിരുന്നു. അതും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ പറയാനിരിക്കുകയാണെങ്കിൽ കുറെ പേര് പറയേണ്ടി വരും. ഇപ്പൊ നമ്മൾ റീൽസിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ നമ്മൾ സാധാരണ കണ്ടുപോകുന്ന കുറെ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അതെല്ലാം നീറ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടത് ഇപ്പോ മ്യൂസിക് വർക്ക് ഇപ്പോ ജസ്റ്റിൻ വർഗീസ് ആണ്. ആള് എങ്ങനെയായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര അടിപൊളി ചെയ്യുന്ന അറിയാം. ആളുടെ മുന്നിലുള്ള വർക്കുകൾ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആൾ ഇതിൽ നല്ല രീതിയിൽ കഥയോട് ആപ്റ്റായ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാട്ടുകളും നന്നായിരുന്നു. 2-3 പാട്ടുകൾ വരുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ആള് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എസ്പെഷ്യലി കേസിത്ര പാടിയൊരു പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതുപോലെ തന്നെ സാനു ജോൺ വർഗീസിന്റെ സിനിമാറ്റോഗ്രഫി അതും അടിപൊളിയായിരുന്നു. കൊല്ലാണ്, മുണ്ടോത്തുരുത്തുമൊക്കെയാണ് മെയിൻ ലൊക്കേഷൻ. അതിന്റെ ഭംഗി അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർട്ട് വർക്കും എടുത്തു പറയണം, അത്രയും നല്ല രസം ഉണ്ടായിരുന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ തന്നെയാണ് പടത്തിന്റെ പ്രധാന പോസിറ്റീവ് വരുന്നത്. പോസിറ്റീവ് ഇനിയും പറയാനുണ്ട്, പക്ഷേ ഞാൻ അതിലിപ്പോ തൽക്കാലത്തേക്ക് ഇതിൽ കൊടുക്കുന്നു. പടത്തിന്റെ നെഗറ്റിവിറ്റിയിലേക്ക് അങ്ങനെ അധികം പറയാൻ തോന്നുന്നില്ല. പടം കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണ്. എന്നിരുന്നാലും നെഗറ്റീവ് എന്ന് പറയുമെങ്കിൽ പോലും ആക്ച്വലി ക്യാരക്ടറൈസേഷൻ ആണ്. കിഡിലെ ക്യാരക്ടേഴ്സ് ആയിരുന്നു എല്ലാവരും. ഇപ്പോ സജിൻ ഗോപുവിന്റെ ക്യാരക്ടർ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്ത് നല്ല ഒരു ഭീകര ക്യാരക്ടർ എന്നാണ് നമുക്ക് പറയാം. അതുപോലുള്ള ക്യാരക്ടർ ആയിരുന്നു. ആ കൊടുത്ത ഹൈപ്പിന് ശേഷം, അതായത് ഈ പടത്തിന്റെ പ്രധാന കഥയിലേക്ക് വരുമ്പോൾ ബേസിന്റെയും സജിന്റെയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രധാന കോൺഫ്ലിക്റ്റിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ എൻഗേജിങ് ആക്കി, കുറച്ചും കൂടെ ക്രിസ്പ് ആക്കിയിരുന്നെങ്കിൽ, തിരക്കഥ അതുപോലെ ക്രിസ്പ് ആക്കിയിരുന്നെങ്കിൽ പടം കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ഔട്ട്പുട്ട് വന്നാലേ എന്ന് തോന്നി. പക്ഷെ അതും ഒട്ടും സിനിമനെ ബാധിക്കുന്നില്ല. ഒരു ഫ്ലോയിൽ നമുക്ക് കണ്ടിരിക്കാം. അതുപോലെയാണ് രണ്ടുപേരും പെർഫോമൻസ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അത് നെഗറ്റീവായിട്ട് കണക്കാക്കണ്ട. വേറെ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പ്രധാനപ്പെട്ട മറ്റൊരു പോസിറ്റീവ് അത് ഞാൻ പറയാൻ വിട്ടുപോയി. GR ഇന്ദുഗോപൻ, ആള് നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു നോവലിസ്റ്റ് കഥാകാരനാണ്. ആളുടെ ക്യാരക്ടേഴ്സ്, ആളുടെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് അറിയാം ആളുടെ ക്യാരക്ടേഴ്സ്, എഴുതുന്ന ക്യാരക്ടേഴ്സിന്റെ റേഞ്ച് അത്രയും കിഡിലെ ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു നോവലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ആ നോവലുകൾ സിനിമയാക്കുമ്പോൾ മുന്നത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതായത് നമ്മൾ നോവലിൽ കണ്ട ഒരു ഹൈ, അല്ലെങ്കിൽ നോവലിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ അതുപോലെ സിനിമയിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഓവറോൾ പൊന്മാൻ എനിക്ക് ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മലയാള പടങ്ങളിൽ
ഏറ്റവും ഇഷ്ടപ്പെട്ട, നല്ലപോലെ ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു. നല്ല ഗംഭീര പെർഫോമൻസോടുള്ള, ഒട്ടും ബോറടിക്കാണ്ട് നീറ്റായിട്ട് കണ്ടാണ് നല്ലൊരു സിനിമ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് തോന്നി, കാരണം ഈ സിനിമ എനിക്ക് 10 മണിക്കായിരുന്നു ഷോ. ഞാൻ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ 10 പേര് കയറാതെ ഈ പടം തുടങ്ങിയില്ല. അതങ്ങനെയാണ്, അല്ലെങ്കിൽ തിയേറ്ററുകാർക്ക് നഷ്ടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് 10 പേര് എത്തിയിട്ടാണ് പടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്ലേ ചെയ്തത്. ആക്ച്വലി ഇതുപോലുള്ള നല്ല സിനിമകൾക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നല്ലൊരു സിനിമയാണ്, തിയേറ്ററിൽ അധികം ഓടാതെ പോകേണ്ട ഒരു പടമല്ല. അതായത് നല്ല രീതിയിൽ ഈവൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുമ്പിറങ്ങിയ സിനിമകളിലേക്ക് വരുമ്പോൾ എല്ലാ സിനിമകളും ഇപ്പോൾ 16, ഇപ്പോൾ ഏജ് ലിമിറ്റ് 16 അല്ലെങ്കിൽ 18 ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊരു പ്രോപ്പറായിട്ട് ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് ആസ്വദിച്ച് ഒട്ടും ബോറടിക്കാതെ ഇറങ്ങി വരാവുന്ന നല്ലൊരു സിനിമയാണ്. ഇതുപോലുള്ള സിനിമകൾ വിജയിക്കണം. സോ ഈ വർഷം എനിക്ക് നല്ലപോലെ വർക്കായ ഒരു പടമാണ്, നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു പടമാണ് പൊന്മാൻ. സിനിമയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.